മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ന്യായം വിധിക്കുന്നതിനുള്ള ബേസിക് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ദൈവവചനത്താൽ, വേർഡ് ഓഫ് ഗോഡിൽ ദൈവം നമ്മളെ ന്യായം വിധിക്കും. ജീവൻ്റെ പുസ്തകം ആധാരമാക്കി അത് ബേസ് ചെയ്ത് നമ്മളെ ന്യായം വിധിക്കും. സ്മരണയുടെ പുസ്തകം, ഓർമ്മയുടെ പുസ്തകം, അത് മലാക്കി 3:16 അത് വെച്ച് നമ്മളെ ന്യായം വിധിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് നമ്മൾ വെളിപ്പാട് 20 അധ്യായത്തിൽ നിന്നാണല്ലോ ചിന്തിച്ചത്. സാധാരണ കോടതിയിൽ നമുക്കറിയാം ഫൈനൽ ജഡ്ജ്മെൻറ്റിനകത്ത് സാക്ഷികൾ വരും. പഴയ നിയമത്തിലും നമ്മൾ പറഞ്ഞ 2 സാക്ഷികളുടെ കാര്യത്തിൽ ഒരു കാര്യം തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും അത് തന്നെ എടുക്കുന്നുണ്ട്. ഇതേ പ്രോസസ്സാണ് ഇന്ന് കോടതികളിലുള്ളത്. നമ്മളൊരു എഗ്രിമെൻ്റൊക്കെ ഒപ്പിടുമ്പോൾ വിറ്റ്നസ്സായിട്ട്, സാക്ഷികളായിട്ട് 2 പേര് ഒപ്പിടാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും സാക്ഷികളെ എടുക്കുന്നുണ്ട്. ദൈവം സാക്ഷികളെ എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബേസിസ് ഓഫ് ജഡ്ജ്മെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ. അത് ദൈവവചനമാണ്. 1 സ്ഥിരമായിട്ടുള്ള ദൈവവചനം, 2 ജീവൻ്റെ പുസ്തകം, 3 സ്മരണയുടെ പുസ്തകം. ഈ ബേസിസ് പറഞ്ഞു. ഇനി നമ്മൾ സാക്ഷികൾ, ആരൊക്കെയാണ് സാക്ഷികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് പറയുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 20:13 സമുദ്രം തന്നിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, ഓരോരുത്തരും അവരവൻ്റെ പ്രവൃത്തികൾക്കുള്ള വിധി ഉണ്ടായി. അപ്പോഴേ ഇതിനകത്തും ഒരു നീതിയായിട്ടുള്ള ദൈവമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഇവർ സ്വർഗത്തിൽ പോവോ നരകത്തിൽ പോവോ എന്നുള്ളൊരു ചിന്തയിലുള്ളൊരു വിധിയല്ല. ഈ നരകത്തിൽ പോലും പല ഡിഗ്രി ഓഫ് ടോർമെൻ്റ് ഉണ്ട്. നരകത്തിൽ പോലും പല ഡിഗ്രി ഓഫ് ടോർമെൻ്റ് ഉണ്ട്. എന്തായാലും നരകത്തിൽ തന്നെ പോവുള്ളൂ, സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ദൈവം ഒരിക്കലും തെറ്റത്തില്ല. ജീവൻ്റെ പുസ്തകത്തിലൊന്നും പേരില്ല. നമ്മൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് പേരുണ്ടെന്ന് പറഞ്ഞാലും പേരില്ല. പേരുള്ളവരൊക്കെ ദൈവം നേരത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം അവരില്ല, എന്തായാലും ഇല്ലാത്തവരാണുള്ളത്. അപ്പോൾ ഇനിയും ഈ നരകത്തിലേക്ക് തള്ളിയിടുന്നതിന് മുമ്പ് ആ ഡിഗ്രി ഓഫ് ടോർമെൻറ്റ് എന്ന് വെച്ചാൽ അവരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എടുക്കുന്ന പീഡനത്തിൻ്റെ ഡിഗ്രി വെച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട റിവാർഡ്സ്, പ്രതിഫലങ്ങൾ, അത് വെച്ചിട്ട് 4 വിധത്തിലുള്ള സാക്ഷികളാണുള്ളത്. നമ്മൾ സാക്ഷികളെക്കുറിച്ച് പറയുന്നതാണ്. ഒന്നാമത്തെ സാക്ഷി ആകാശവും ഭൂമിയും സാക്ഷി എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മേളിലാണല്ലോ ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ആകാശവും ഭൂമിയിലും റെക്കോർഡിംഗ് ഉണ്ട്. നേരത്തെ നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. ആകാശവും ഭൂമിയും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഇപ്പം കർത്താവിനെല്ലാം കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആ റീൽ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ജനിച്ചപ്പം തൊട്ട് നിങ്ങൾ മരിച്ചപ്പം വരെയുള്ള കംപ്ലീറ്റ് റീല് മുഴുവൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. സങ്കീർത്തനം 50:4 ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്: തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിനെ അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. ഭൂമിയെയും ആകാശത്തെയും വിളിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആരും കണ്ടില്ലെങ്കിലും ആകാശവും ഭൂമിയും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള. വേറൊരു റെഫറൻസാണ് മർക്കോസ് 6:11. അതിൽ പറയുന്ന കാലിലെ പൊടി സാക്ഷ്യമാവുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വചനം പറയാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാലിലെ പൊടി അവരുടെ സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്ന് പറയും. അതുവരെയും ദൈവം കൊണ്ടുവന്ന് സാക്ഷി പറയിക്കുമെന്നാണ് പറയുന്നത്. നമുക്കിതൊക്കെ കേൾക്കുമ്പം വലിയൊരു ഇതെങ്ങനെയാകും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമുക്ക് തന്നെ ചിന്തിക്കാം. എങ്ങനെ മനസ്സിലാവും? മർക്കോസ് 6:11 വായിക്കാം: ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ അവിടെ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവീൻ എന്ന് അവരോട് പറഞ്ഞു. ഈ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായിട്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് സാക്ഷി പറയാനായിട്ടുണ്ടാകും എന്ന് നമ്മൾ മറന്നു പാടും. പഴയ നിയമത്തിൽ നിന്ന് വേറൊരു റെഫറൻസാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ. അവിടെ കല്ലുകൾ നമുക്ക് സാക്ഷിയാകും എന്ന് പറയുന്നുണ്ട്. കല്ലുകൾ, ഇത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ വാക്യം. പിന്നെ യോശുവ ഈ വചനങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതി ഒരു വലിയ കല്ലെടുത്ത് അവിടെ യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിനരികെയുള്ള കരുവേലകത്തിന് കീഴെ നാട്ടിയും വെച്ചു. യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ.
അത് യഹോവ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വചനങ്ങളെയൊക്കെയും കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് അത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ. ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കുവാനായി ഈ കല്ലുകൾ സാക്ഷിയായിരിക്കട്ടെ. ഈ കല്ല് യഹോവ നമ്മോട് കൽപ്പിച്ച വചനങ്ങളൊക്കെ കേട്ടിരിക്കുന്നു. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു സാക്ഷ്യം കൂടെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ കുറച്ചുകൂടെ ഒരു സയൻസിൻ്റെ ഒരു ഡെറിവേഷൻ ഞാൻ പറയാം. ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലെ ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. സാക്ഷികളായിട്ട് വിളിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ വീടിൻ്റെ ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും നിങ്ങളുടെ തുലാം നിങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യും. നിങ്ങളുടെ തടി ഒരു പെരയ്ക്കകത്ത് നിങ്ങൾ ചെയ്യുന്ന രഹസ്യമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വരെയും നിങ്ങളുടെ വീട്ടിൻ്റെ കല്ലും അല്ലെങ്കിൽ കല്ലിലെ ഭിത്തിയിലെ കല്ലും അതുപോലെ തുലാമും സാക്ഷി പറയും എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊക്കെ എങ്ങനെയാണ് സാക്ഷി പറയുന്നത്, അതിനൊക്കെ ജീവനുണ്ടോ എന്നൊക്കെ. അടുത്ത കാലങ്ങളിലായിട്ട് സയൻസ് പ്രൂവ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്ന സൗണ്ട്, നമ്മളിപ്പോൾ പറയുന്ന കാര്യമില്ലേ സൗണ്ട്, ഈ സൗണ്ട് നമ്മുടെ ചുറ്റുമുള്ള മാറ്ററിൽ അബ്സോർവ് ചെയ്താൽ, മാറ്റർ എന്ന് പറഞ്ഞാൽ തടിയുണ്ട്, മെറ്റലുണ്ട്, അല്ലെങ്കിൽ ഓരോ ഡിഗ്രിയിലായിരിക്കും, സ്റ്റോണുണ്ട്, ഇതിനകത്തൊക്കെ അതിനകത്ത് തട്ടി റിഫ്ലക്റ്റ് ചെയ്യും, കുറേ അബ്സോർവ് ചെയ്യുകയും ചെയ്യും. എന്നാൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് ഈ മാറ്ററിൽ ഈ സൗണ്ട് അബ്സോർവ് ചെയ്താൽ അതിനെ മാറ്ററിൽ നിന്ന് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് സയൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഡിഗ്രി വ്യത്യാസമായിരിക്കും. ചിലതിൽ കൂടുതലായിട്ട് പുറത്ത് വരും, ചിലതിൽ കുറച്ച് മാത്രമേ ക്ലിയർ ആയിട്ട് വരുള്ളൂ. ദൈവത്തിന് എന്താ ചെയ്യാൻ കഴിയാത്തത്? ഇപ്പോൾ സയൻസ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, യോശുവ പറഞ്ഞു ഈ കല്ലുകൾ സാക്ഷിയാവട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് ഈ കല്ലുകൾ സാക്ഷിയാവട്ടെ. ഈ കല്ലുകളിൽ നിന്ന് ആ ദൈവത്തിൻ്റെ വചനത്തെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സാക്ഷി പറയുന്നത് ആകാശവും ഭൂമിയും, ഈ ഭൂമിയിലെ പൊടികൾ, കല്ലുകൾ, അതുപോലെ തുലാവും ഭിത്തി, ഇവരൊക്കെയാണ് നമുക്ക് സാക്ഷ്യം പറയുന്നത്. അന്നേരം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടുന്ന സകലരെയും ഈ സാക്ഷി അനുസരിച്ച് നരകത്തിലേക്ക് അയക്കും. ഓരോരുത്തർക്ക് അവരുടെ പ്രവൃത്തിക്ക് തക്ക ന്യായവിധി ഉണ്ടാവും എന്ന് ഉള്ളതിനാൽ എല്ലാവരെയും ഒരു നരകത്തിലല്ല ഇടുന്നതെന്ന് മനസ്സിലാവും. ഈ നരകം തന്നെ ഇത്തിരി മീനിങ്ങിൽ ബൈബിളിൽ പറയുന്നുണ്ട്. ഞാൻ നരകത്തെക്കുറിച്ചൊരു എപ്പിസോഡ്, എനിക്ക് തോന്നുന്നു ഒന്നല്ല ഒന്നിൽ കൂടുതൽ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്. ഗഹന എന്ന് പറഞ്ഞ്, ഹെയ്റ്റ്സ് എന്ന് പറഞ്ഞും, അഗാധകൂപം, ദ ബോട്ടംലെസ് പിറ്റ് എന്നൊക്കെ പറഞ്ഞും ഒക്കെ ഒരുപാട് ക്ലാസ് അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് പോയി നോക്കിയാൽ അത് കാണാം. ഇതിനകത്ത് ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്ന ബൈബിളിലുള്ള അതിനകത്ത് പ്രധാനപ്പെട്ട 4 സൂചന. ഒന്ന്, അഗ്നി നരകം എന്ന് പറയുന്നുണ്ട്. മർക്കോസ് 9 പറയുന്നുണ്ട് അഗ്നി നരകം. അതുപോലെ നിത്യാഗ്നി എന്ന് പറയുന്നുണ്ട് മത്തായി 5:25-41. അതുപോലെ തീയും ഗന്ധവും കത്തുന്ന പൊയ്ക എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് 21:8. അത് ഗഹന എന്നുള്ളൊരു മീനിങ്ങിലാണ് അത് വരുന്നത്. ഏറ്റവും പുറത്തുള്ള ഇരുട്ട് മത്തായി 22:13. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഈ നരകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വരുന്നത്. അന്നേരം ഇതിനകത്ത് പല ഡിഗ്രികളുണ്ട്. നരകത്തെക്കുറിച്ച് പറഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. അതിനകത്ത് വിവിധ ഡിഗ്രി, ഹെയ്റ്റ്സ്, ടാർട്ടറസ്, ബോട്ടംലെസ് പിറ്റ്, പാതാളം, അധമ പാതാളം, അഗാധകൂപം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ ഈ പാപം ചെയ്ത ദൂതന്മാരെ ഇടുന്ന അഗാധകൂപത്തിലുണ്ട്. അത് നമ്മൾ മണ്ണിനടി അല്ലെങ്കിൽ നമ്മൾ ഭൂമിക്കടിയിലാണെന്നൊക്കെയുള്ള ചിന്തകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ലിറ്റോസ്ഫിയർ, അസ്തോസ്ഫിയർ, മെസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞ് ഭൂമിയുടെ ഉൾഭാഗത്തെ അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഈ പാപം ചെയ്ത ദൂതന്മാരുടെ അവിടെ നിന്ന് അഗാധകൂപം തുറന്നിട്ട് അവരെ നമ്മളെ ദണ്ഡിപ്പിക്കാനായിട്ട് 5 മാസത്തേക്ക് ആരും മരിക്കാതെ ദണ്ഡിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് ജീവികളെ വരുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതെല്ലാം അവിടെ കിടക്കുന്ന സാധനങ്ങളാണ്. ഈ സാധനങ്ങൾ ഒക്കെ തന്നെ അൾട്ടിമേറ്റായിട്ട് ആദ്യം അതിൻ്റെ ഉദ്ഘാടനം, നരകത്തിൻ്റെ ഉദ്ഘാടനം ആദ്യം ചെയ്ത് മൃഗത്തെയും കള്ളപ്രവാചനെയും പിടിച്ചിട്ടാണ്. പിന്നീട് നമ്മുടെ സർപ്പം സാത്താനെ പിടിച്ചിട്ടു. അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ വരിക്കായിട്ട് അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
സോ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളി. മരണം ഇല്ല ഇനി. ഡെത്ത് ആൻഡ് ഹെൽ വെയർ കാസ്റ്റ് ഇൻ ടു ലേക്ക് ഓഫ് ഫയർ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഡെത്താണത്. ദിസ് ഈസ് സെക്കൻഡ് ഡെത്ത്. മരണത്തിൻ്റെ മരണം എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഡെത്ത്. ഇനിയും മരണമില്ല. ഇത് തീപ്പൊയ്ക. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലിടും. ഇനിയിപ്പം ഈ വരുന്ന കാര്യങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ നമ്മളിതൊന്നും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല ഇതുവരെയും. പൗലോസ് മാത്രമാണ് അവിടെ പോയി വന്നതായിട്ട് പറയുന്ന ഭാഗമുള്ളത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം യേശു ക്രിസ്തു പഠിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളത് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇത് പല രീതിയിൽ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്താലും അതിനകത്ത് ഉള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, കർത്താവിനെ അറിയാത്ത ലോകത്തിൽ ജീവിക്കുന്ന ജാതികളായിട്ടുള്ള മനുഷ്യർ ഒരിക്കലും കർത്താവിനെ ഇഷ്ടപ്പെടുകയോ അതിനെ ആ വെളിച്ചത്തെ സ്നേഹിക്കുകയോ ചെയ്യാത്തവരെ ദൈവം ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ എന്നേക്കുമായിട്ട് തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നുള്ളത് സത്യമാണ്. ഈ തീപ്പൊയ്കയിൽ തള്ളിയിടുമ്പോഴേ അത് ഏത് ഡിഗ്രിയാണ് എന്ന് നമുക്കറിയത്തില്ല. ചിലർ നന്മ ചെയ്തവരുണ്ടാവും, അവർക്ക് അതിൻ്റേതായിട്ടുള്ള എന്തായാലും എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന്, ആ സ്വർഗീയമായിട്ടുള്ള സന്തോഷത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ നിന്ന്, അവനോടൊപ്പം വാഴുന്നതിൽ നിന്നെല്ലാം എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് എറ്റേണൽ സെപ്പറേഷൻ ആയിരിക്കും. പിന്നെ അവിടെ മരണമൊന്നുമില്ല. അവിടെ എന്നേക്കും നിത്യയാതന, ഫോർ എവർ, ഇൻഫിനിറ്റായിട്ട്, അൾട്ടിമേറ്റായിട്ട് നിത്യയാതന അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മുടെ ന്യായവിധി, വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധി, ദുഷ്ടന്മാർക്ക് വേണ്ടിയുള്ള ന്യായവിധിയുടെ അവസാനം. ജീവപുസ്തകത്തിൽ പേരെഴുതാൻ കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതിലിവിടെ ജഡ്ജുണ്ട്, സാക്ഷികളുണ്ട്. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം ഇവിടെ കമ്പ്യൂട്ടറിൽ എന്നതുപോലെ നിങ്ങൾ ജനിച്ചപ്പം തൊട്ട് മരിച്ചപ്പം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ആരെയും ജഡ്ജി വിളിക്കേണ്ട ആവശ്യമില്ല. അതങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്താൽ മതി, അത് മുഴുവൻ കാണാം, എല്ലാ കാര്യങ്ങളും കാണാം. ദൈവത്തിൻ്റെ കണ്ണിൽ മുന്നിൽ ഒന്നും മറിഞ്ഞിരിക്കുന്നില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ന്യായവിധിയുടെ കാര്യങ്ങൾ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനിയും നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത് 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ചയും അതിനോട് ചേർന്ന് പുതിയ യെരുശലേം, പുതിയ ഭൂമി, പുതിയ യെരുശലേമും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറായിട്ടുള്ള തോട്ട്സാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ ഫ്യൂച്ചറായിട്ടുള്ള തോട്ട്സ് പറയുമ്പോൾ നമ്മളതിൻ്റെ ഓരോ ഇൻസിഡൻറ്റിനെയൊക്കെ ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മൂല്യങ്ങൾ, അതിൽ നിന്ന് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ അസ്, നമുക്ക് എന്താണ് അതിൽ നിന്നുള്ള വാല്യൂ, എന്താണ് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ അവർ ഇവിടാണോ അവർ മറ്റിടത്താണോ, 1,44,000 പേരുടെ നമ്മൾ കാണുമോ, അവർ കർത്താവിനോടൊപ്പമാണോ അല്ലെങ്കിൽ അവർ അതിന് പുറത്താണോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഉപരിയായിട്ട് നമ്മൾ കർത്താവിൻ്റെ പ്രസൻസിലും അവൻ്റെ കൂട്ടായ്മയിൽ എന്നും ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നുള്ള ചിന്തയിൽ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം ഒരുപാട് ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും എഴുതാമല്ലോ. അതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരുപാട് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അനേകം ദൈവദാസന്മാർ കോമൺ ആയിട്ട് പറയുന്ന ചില പോയിന്റുകൾ മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ് ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, തെറ്റ് കണ്ടുപിടിക്കാൻ ചിലർക്ക് ആയിരിക്കാം, എനിക്കറിയത്തില്ല. പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു കോമൺ പോയിന്റ് ബൈബിളിൽ പറയുന്ന വാക്ക് വെച്ചിട്ടാണ്, വാചകങ്ങൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അത് ശരിയാണെന്നുള്ള വിശ്വാസത്തിലാണല്ലോ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് നിന്നൊക്കെയുള്ള വലിയ ആശയങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് നിത്യന്യായവിധിയിലേക്ക്, ഈ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിലേക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരും വരരുത് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വരിക, അവൻ്റെ കൃപയിൽ ജീവിക്കാനായി ശ്രമിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ കൃപ, നിൻ്റെ കരുണ ഈ ദിവസങ്ങൾ ഞങ്ങളെ ചുറ്റിക്കൊള്ളട്ടെ. നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോഴും, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴും, കഷ്ടങ്ങൾ വരുമ്പോഴും കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിശാചിൻ്റെ പുറകെ പോകാനായിട്ട് ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ കോംപ്രമൈസസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ടല്ലോ.
ആ സമയങ്ങളിൽ കർത്താവെ നിന്നിൽ ആശ്രയിപ്പാനായിട്ട്. നീ എല്ലാത്തിനും നീക്കുപോക്കുണ്ടാക്കുന്ന ദൈവമാണ്. സഹിക്കാൻ വയ്യാത്ത പരീക്ഷയിൽ കൂടി നീ കടത്തിവിടാത്ത ദൈവമാണ്. നിൻ്റെ പ്രോമിസസ് മുറുകെ പിടിച്ചുകൊണ്ട് നിന്നെ ഫോളോ ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങൾക്കൊരിക്കലും തീരാ രോഗങ്ങളും ദുരിതങ്ങളും ഒന്നും തരത്തില്ല. കർത്താവെ, എന്തെങ്കിലും രീതിയിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ അതിനോടുകൂടി നീ നീക്കുപോക്കും തരുന്ന ദൈവമാണ് കർത്താവെ. തൽക്കാലമായിട്ടുള്ള ബാലശിക്ഷകളാണെങ്കിൽ അതിൽ നിന്നൊക്കെ നീ വിടുതൽ തരും. രോഗങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ ശമിപ്പിച്ച് ഞങ്ങൾക്ക് വിടുതൽ തരുന്ന ദൈവമാണ് കർത്താവെ. ഈ സമയത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ വയ്യാതെ മുട്ടിന് വേദനയായിട്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥിക്കുന്നു. ഒരു ഓപ്പറേഷനും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുവാനായിട്ട് ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ മസിലുകളുടെ പ്രയാസങ്ങളിലോ അല്ലെങ്കിൽ ഫ്രാക്ചർ വന്നിട്ട് ഉള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഒക്കെ നടക്കാൻ വയ്യാതെ ഇരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ ഈ നാളുകളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൈക്ക് വേദനയായിട്ട് കൈ പൊക്കാനും ഒന്നും ചെയ്യാൻ വയ്യാതിരിക്കുന്ന ചില വ്യക്തികളെ ഈ ദിവസങ്ങളിൽ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവം വലിയൊരു വിടുതൽ തരുകയും സഹായിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ കരുണ ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും. തീർച്ചയായും ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. ദൈവം ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദാനങ്ങളെ തരുന്ന ദൈവമാണ്. ഞങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ആരോഗ്യത്തിൽ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഈ ദിവസങ്ങൾ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു റിലീസ് അവർക്കെല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത് തുറന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം. നമ്മളെ ന്യായവിധിയുടെ ഇത് അവസാനിച്ചു. ഇനി നമ്മൾ 1000 ആണ്ട് വാഴ്ചയുടെ ചിന്തകളാണ് നാളെ തൊട്ടുള്ളത്. തുടർന്നത് വാച്ച് ചെയ്യണം. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.